So dear students, today we are going to discuss about the second part of enzyme, that is enzyme kinetics, enzyme activation and enzyme inhibition. So let us start with introduction. So what is kinetics? It is a branch of biochemistry in which we study the rate of enzyme catalyzed reaction. So those reactions which are catalyzed by enzymes and their rate is actually we are going to study under kinetics. So kinetic analysis reveals the number and order of individual steps by which enzyme transform substrate into product. അപ്പോൾ എൻസൈം സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റുമ്പോൾ ആ റിയാക്ഷൻ്റെ നമ്പർ ഓർഡർ ഓഫ് റിയാക്ഷൻ നിങ്ങൾക്ക് അറിയണ്ടാവും, അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. And studying an enzyme kinetics in this way can reveal the catalytic mechanism of that particular enzyme and its role in metabolism. So ഇങ്ങനെ നമ്മൾ റേറ്റും ഓർഡറും എല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാറ്റലറ്റിക് എഫിഷ്യൻസി, ടേൺ ഓവർ നമ്പർ, അത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഹൗ ഇറ്റ്സ് ആക്ടിവിറ്റി ഈസ് കൺട്രോൾഡ് ആൻഡ് ഹൗ എ ഡ്രഗ് ഓർ അഗോണിസ്റ്റ് മേ ഇൻഹിബിറ്റ് ദ എൻസൈം. അഗോണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഡ്രഗിൻ്റെ ഒരേ പ്രോപ്പർട്ടിയുള്ള ഡ്രഗിൻ്റെ അതേപോലത്തെ പ്രോപ്പർട്ടിയുള്ള ഒരു എൻസൈമിൻ്റെ ആക്ടിവിറ്റിനെ സ്റ്റോപ്പ് ചെയ്യാത്ത രീതിയിലുള്ള ഡെറിവേറ്റീവാണ് അഗോണിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്രഗോ അല്ലെങ്കിൽ അഗോണിസ്റ്റോ എങ്ങനെ എൻസൈമിൻ്റെ ആക്ടിവിറ്റീനെ റെഗുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻസൈം ആക്ടിവിറ്റിയിൽ എന്ത് റോളാണ് അവർക്കുള്ളത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ആക്ടിവേഷൻ എനർജി. സോ every reaction requires activation energy for reactants to proceed or initiate a chemical reaction. So activation energy is the least amount of energy needed for a chemical reaction. So what enzyme do is that enzymes acts on substrate in such a way that they lower the activation energy by ചേഞ്ചിങ് ദ റൂട്ട് ഓഫ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഒരു റൂട്ട് ചേഞ്ച് ചെയ്യുക, വഴി തിരിച്ച് വിടുകയാണ് ശരിക്കും ചെയ്യുന്നത്. എക്സ്ട്രാ എഫേർട്ട് എടുത്ത് പോകേണ്ട വഴി ഒഴിവാക്കി കുറച്ച് ഈസി ആയിട്ടുള്ള വഴിയിലൂടെ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുകയും പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുകയാണ് എൻസൈം ചെയ്യുന്നത്. സോ ദ റിഡക്ഷൻ ഓഫ് ആക്ടിവേഷൻ എനർജി ഇൻക്രീസസ് ദ എമൗണ്ട് ഓഫ് റിയാക്റ്റൻ മോളിക്യൂൾസ് ദാറ്റ് അച്ചീവ് എ സഫിഷ്യൻറ്റ് ലെവൽ ഓഫ് എനർജി. അപ്പോൾ ഈ ആക്ടിവേഷൻ എനർജി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സോ ആക്ച്വലി ആക്ടിവേഷൻ എനർജി ഈസ് എ ബാരിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോവറിങ് ദ ആക്ടിവേഷൻ എനർജി ഓഫ് റിയാക്റ്റൻസ് വിൽ ഇൻക്രീസ് ദ മോളിക്യൂൾസ്, റിയാക്റ്റൻ മോളിക്യൂൾസ്, ടു ഗെറ്റ് എ സഫിഷ്യൻറ്റ് ലെവൽ ഓഫ് എനർജി ടു ഇനീഷ്യേറ്റ് എ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ അത്രയും ആക്ടിവേഷൻ എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റിയാക്റ്റൻസിനും റിയാക്ട് ചെയ്യാനുള്ള ആ ഒരു പൊട്ടൻഷ്യാലിറ്റി കിട്ടും. സോ ദാറ്റ് ദേ റീച്ച് ദ ആക്ടിവേഷൻ എനർജി ആൻഡ് ഫോം ദ പ്രോഡക്റ്റ്. റിയാക്റ്റൻസ് പ്രോഡക്റ്റായിട്ട് മാറുന്നു. ആൻ എക്സാമ്പിൾ ഫോർ ഇസ് ദാറ്റ് കാർബോണിക് അൺഹൈഡ്രേസ് catalyzes the hydration of carbon dioxide molecule 10 raised to 6 per second, which 10 raised to 7 faster than the spontaneous hydration. സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുകയാണെങ്കിൽ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതലായിട്ട് 6 times 10 raised to 6 times ഫാസ്റ്റ് മോളിക്യൂൾ per second, which is 10 raised to 7 times faster than spontaneous reaction. കാർബോണിക് അൺഹൈഡ്രേസിൻ്റെ ടേൺ ഓവർ നമ്പർ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നോർമൽ റിയാക്ഷനേക്കാളും 10 raised to 7 times ഫാസ്റ്റർ ആണ് ഈ കാർബോണിക് അൺഹൈഡ്രേസ് വെച്ച് കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻ്റെ സ്പീഡ് എന്നാണ് പറയുന്നത്.
So in the previous slide we discussed about the route changing mechanism which will be adopted by enzymes for increasing the speed of the reaction. So here you can see the graphical representation of that particular route. Here energy level of molecule is represented, progress of reaction per time is also noted, then the initial energy state of substrate is represented here. So if an enzyme catalyzes a reaction, then the activation energy will be lower than the uncatalyzed reaction. So many molecules can attain the sufficient energy level so that it is easy to convert reactants to products. So ആക്ടിവേഷൻ എനർജി ലോവറിംഗ് ആണ് എൻസൈം ചെയ്യുന്നത്. സോ ഇതാണ് ആ റൂട്ട്, ഈസി ആയിട്ടുള്ള റൂട്ട് അവർ അറ്റൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. So now to the kinetics of enzyme catalysis. So here you can see what is an enzyme does is that it is an increasing, it increases the rate of a reaction with the help of, it increases the rate of a reaction. So കൈനറ്റിക്സ് എന്ന് പറയുന്നത് ഇവിടെ സ്പീഡ് കൂട്ടുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ കാറ്റാലിസിസ് ബൈ എൻസൈം ദാറ്റ് പ്രൊസീഡ് ബൈ എ യുണീക്ക് റിയാക്ഷൻ മെക്കാനിസം. അതുകൊണ്ടാണ് എൻസൈംസിന് ഫാസ്റ്റായിട്ട് റിയാക്റ്റൻസിനെ പ്രോഡക്റ്റ് ആക്കാൻ വേണ്ടി പറ്റുന്നത്. ടിപ്പിക്കലി ഒക്കേഴ്സ് വെൻ ദ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഇൻ്റർമീഡിയറ്റ് ഫോംസ് എ കോവലൻറ്റ് ബോണ്ട് വിത്ത് ദ എൻസൈം. അഥവാ റിയാക്റ്റൻസ് പ്രോഡക്റ്റായിട്ട് മാറുന്ന സമയത്ത് it will undergo a series of changes, and that changes can be called as transition state, an intermediate state in between reactant and product. So when transition intermediates forms a covalent bond with the enzyme, covalent catalysis എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. So during the process of catalysis, enzyme always emerge unchanged at the completion of the reaction. So after completion of reaction, enzyme will be unaltered സ്റ്റേറ്റിലായിരിക്കും. സോ അതാണ് എൻസൈംസിൻ്റെ പ്രത്യേകതകൾ. Now to the factors affecting the rate of enzyme catalyzed reaction. There are three major factors which affects the enzyme action. They are temperature, pH and substrate concentration. So first of all, the effect of temperature on enzymatic reaction. So raising the temperature increases the rate of a enzyme catalyzed reaction. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ റിയാക്റ്റൻ മോളിക്യൂൾസിന് ഹൈ കൈനറ്റിക് എനർജി കിട്ടും. നിങ്ങൾ വെള്ളം ചൂടാക്കുന്ന സമയത്ത് എന്തുകൊണ്ട് വാട്ടർ മോളിക്യൂൾസ് വാട്ടർ വേപ്പറായിട്ട് മാറുന്നു അത് ചോദിച്ചു കഴിഞ്ഞാൽ, ചൂട് കൂട്ടുന്നതിനനുസരിച്ചിട്ട് വാട്ടറിൽ ലിക്വിഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വാട്ടർ മോളിക്യൂൾസിന് ഗേഷ്യസ് ഫോമിലേക്ക് പോകാനുള്ള കൈനറ്റിക് എനർജി കിട്ടുകയാണ്. സോ എനർജി കൂടുതൽ കിട്ടുമ്പോൾ അവർ ആ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് വാട്ടർ മോളിക്യൂൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ ബ്രേക്ക് ചെയ്തിട്ട് അവർ അടുത്ത സ്റ്റേറ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ അപ് ടു എ പെർട്ടിക്കുലർ ലിമിറ്റ് വിൽ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് an enzyme catalyzed reaction. So enzyme work maximum over a particular temperature, and that temperature can be called as optimum temperature. For human it is up to its ranges between 35 to 45 degree Celsius. So the temperature coefficient is a factor Q10 by which the rate of biological process increase for a 10 degree Celsius increase in temperature. അഥവാ 10 degree Celsius ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എത്ര സ്പീഡ് കൂടുന്നു എന്നുള്ളതാണ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ്. എത്രമാത്രം എൻസൈമിൻ്റെ ആക്ടിവിറ്റി കൂടുന്നു എന്നുള്ളതിനാണ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഫോർ മോസ്റ്റ് ബയോളജിക്കൽ പ്രോസസ് Q10 is equal to 2 ആണ്. ഹൗവർ സംടൈംസ് ഹീറ്റ് മേ ഡാമേജ്, അല്ലെങ്കിൽ ഹീറ്റിന് എന്ത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഹീറ്റ് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ മേ ഡീനാച്ചുർ ദ പ്രോട്ടീൻ. അഥവാ നമ്മുടെ എൻസൈംസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോട്ടീനിൻ്റെ കൺഫർമേഷൻ ചേഞ്ചസ് വരാം
അവരുടെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അവരുടെ ക്വാട്ടനറി സ്ട്രക്ചറോ ടെർഷ്യറി സ്ട്രക്ചറോ ഒക്കെ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഡൈസൾഫൈഡ് ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കൺഫർമേഷൻ ലോസ്റ്റ് ആവുകയും അവർക്ക് ആക്ടിവിറ്റി ലോസ്റ്റ് ആവുകയും ചെയ്യും. സോ ടെമ്പറേച്ചർ ഒരുപാട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ മേ ഡീനാച്ചുർ എൻസൈം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ടിവിറ്റി ലോസ് ആവുകയും ചെയ്യാം. Graphical representation of temperature on the activity of enzyme. So you can see that rate of a reaction and temperature in degree Celsius. So increasing the rate of temperature increases the rate of a reaction up to a particular limit. ഒരു up to 40 degree Celsius വരെയൊക്കെ അത് ടോളറേറ്റ് ചെയ്യും. ബട്ട് ആഫ്റ്റർ 40 ഡിഗ്രി സെൽഷ്യസ് അതിൻ്റെ മുകളിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 to 60 ഒക്കെ എത്തുമ്പോൾ എൻസൈം അണ്ടർഗോസ് ഡീനാച്ചുറേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റ് ആയിട്ട് പോകും. ഇത് ടിപ്പിക്കൽ എൻസൈംസിനുള്ള ഒരു ഗ്രാഫാണ്. പക്ഷേ പല എൻസൈം, ഇപ്പോൾ തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന നമ്മുടെ ടാക്ക് പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈമൊക്കെ തെർമസ് അക്വാട്ടിക്കസിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ എൻസൈംസിൻ്റെയൊക്കെ ആക്ടിവിറ്റി 90 ഡിഗ്രി ഡിഗ്രിയിലൊക്കെ പോകാറുണ്ട്. PCR ഉപയോഗിക്കുന്ന അത് എക്സെപ്ഷണൽ കേസായിട്ടുള്ളതാണ്. നോർമൽ കേസിലുള്ളതാണ് ഈ പറയുന്നത്. സോ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് എഫക്റ്റ് ഓഫ് pH ഓൺ എൻസൈമാറ്റിക് ആക്ടിവിറ്റി. സോ മോസ്റ്റ് ഓഫ് ദി എൻസൈംസ് exhibit a optimal pH at between 5 and 9. So higher or lower pH value than the optimum value will cause ionization of enzyme, which results in the denaturation of enzyme. Ionization വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻസൈമിന് ഡീനാച്ചുറേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹിസ്റ്റഡിൻ അറ്റ് ദി ആക്റ്റീവ് സൈറ്റ് ഓഫ് ദി എൻസൈം ക്യാൻ ആക്ട് ആസ് hydrogen H+ ion acceptor and as well as H+ ion donor. So higher pH may cause changes in the structure of enzyme, thereby denaturation of enzyme. Next is a very important topic. It is Michaelis-Mendel model and effects of substrate concentration on enzymatic activity. So according to Michaelis-Mendel, the enzyme reversibly combines with the substrate to form enzyme substrate complex that subsequently yield product, regenerating the free enzyme. So ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിൽ ഇറിവേഴ്സിബിൾ അല്ല, അഥവാ റിവേഴ്സിബിൾ ആണ്. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും വിട്ടു പോകാൻ പറ്റുന്ന രീതിയിലാണ് അവരുടെ ഒരു ഇൻറ്ററാക്ഷൻ ഉള്ളത്. ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കും. എന്നിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിനെ എൻസൈം പ്ലസ് പ്രോഡക്റ്റ് ആക്കി മാറ്റും. എൻസൈം ഫ്രീ ആയിട്ട് റീജനറേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്കൊരു റേറ്റ് ഓഫ് എ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ് റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് K1 ടു ഗീവ്സ് enzyme substrate complex will forward enzyme substrate complex undergo forward reaction to form enzyme plus substrate. Here the rate constant is K2. There is a chance ES to E plus S, which is represented by K-1. അതൊരു റിവേഴ്സ് ഡയറക്ഷനിൽ നടക്കുന്നതാണ്. ഇപ്പോൾ നോർമലി ചിലപ്പോൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായി, പക്ഷേ ആ കോംപ്ലക്സ് പ്രോഡക്റ്റ് ആയി മാറിക്കൊള്ളണമെന്നില്ല. വീണ്ടും തിരിച്ച് എൻസൈമും സബ്സ്ട്രേറ്റും ഓറിയൻറ്റേഷനൊന്നും കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻസൈം സബ്സ്ട്രേറ്റ് തന്നെ വീണ്ടും ഫോം ചെയ്യാം. പക്ഷേ അത് റിവേഴ്സിബിൾ ഡയറക്ഷനിൽ നടക്കുന്ന റിയാക്ഷനാണ്. അതുകൊണ്ടാണ് അതിനെ K-1 എന്നുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. സോ എക്സ്പ്ലനേഷൻ ഓഫ് ദ ടേംസ് യൂസ്ഡ്. S is the substrate, E എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആണ് ES. P എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ P is the product. K1 P എന്ന് പറയുന്നത് പ്രോഡക്റ്റ്. K1 ആൻഡ് K-1 K2 എന്നൊക്കെ പറയുന്നത് റേറ്റ് കോൺസ്റ്റൻറ്റുകളാണ്.
So here is Michaelis-Menten equation. So it is an equation which describes how reaction velocity varies with the concentration of the substrate. So V0 is equal to Vmax concentration of the substrate divided by Km plus S, where V0 is the initial velocity of the reaction, Vmax is the maximum velocity, Km is the Michaelis-Menten constant, which is equal to K minus 1 plus K2 divided by K1. S is the substrate concentration, Km is denoted by Km value എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is actually it describes the explains the affinity of enzyme with the substrate. So higher the Km value, lower will be the affinity between enzyme and the substrate. So low Km value means high affinity between enzyme and substrate. So low Km value is most preferable for a speedy reaction. So here is the graphical representation of Michaelis-Menten's equation. Here you can see a reaction rate of initial reaction rate is represented by the letter V. Km substrate concentration is also represented by the letter S. So initially the reaction rate will be very slow. ഗ്രാഫ് വളരെ സ്ലോ ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗ്രാഫിൻ്റെ ലൈന് റിയാക്ഷൻ റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് ഇനീഷ്യൽ റിയാക്ഷൻ റേറ്റ് ഇങ്ങനെ കൂടി ഇറ്റ് വിൽ അറ്റൈൻ വി മാക്സ് അഥവാ മാക്സിമം വെലോസിറ്റി. ഒരു റിയാക്ഷന് കാരണം ഇനീഷ്യൽ റേറ്റ് ഓഫ് റിയാക്ഷൻ്റെ ഒരു ലിമിറ്റിംഗ് ഫാക്ടറായിരുന്നു സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ. സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും റിയാക്ഷൻ്റെ റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇനി സബ്സ്ട്രേറ്റ് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഉള്ള എൻസൈം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 100 എൻസൈംസ് ആണ് നമ്മുടെ കയ്യിലെങ്കിൽ 100 സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ 1, 2 അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ റിയാക്ഷൻ റേറ്റ് ഇങ്ങനെ കൂടി വരും. 100 സബ്സ്ട്രേറ്റ് 100 എൻസൈമായി അത് പിന്നെ ഗസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫർദറായിട്ട് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം എല്ലാ എൻസൈമിൻ്റെയും റിയാക്റ്റീവ് സൈറ്റ് സബ്സ്ട്രേറ്റ് വെച്ചിട്ട് ഫില്ലായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഫർദർ അഡീഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഓർ ഇൻക്രീസിങ് ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ വിൽ നോട്ട് അഫക്റ്റ് ദി റേറ്റ് ഓഫ് റിയാക്ഷൻ. സോ ആ പോയിൻറ്റിനെയാണ് വി മാക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെലോസിറ്റി മാക്സിമം ആയിട്ട് എത്തുന്നത്. മാക്സിമം വെലോസിറ്റി ദാറ്റ് ക്യാൻ ബി അറ്റൈൻഡ് ബൈ ആൻ എൻസൈം ലിങ്ക്ഡ് റിയാക്ഷൻ ബൈ ഇൻക്രീസിങ് ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. ഓക്കെ, ഇനി ആ വി മാക്സിൻ്റെ ഹാഫിനെയാണ് ഹാഫ് വി മാക്സ് അല്ലെങ്കിൽ കെ എം വാല്യൂ എന്ന് പറയുന്നത്. ആ കെ എം വാല്യൂ എന്ന് പറയുന്നത് പൊട്ടൻഷ്യലി എത്താവുന്ന മാക്സിമം വെലോസിറ്റിയുടെ ഏറ്റവും അതിൻ്റെ പകുതിയാണ് വി മാക്സ് അല്ലെങ്കിൽ ഹാഫ് വി മാക്സ്. അതിനെ കെ എം എന്ന് പറയുന്നു. അപ്പോൾ ഈ കെ എം ഞാൻ പറഞ്ഞു, കെ എം റെപ്രസെൻറ്റ്സ് ദ അഫിനിറ്റി ഓഫ് എൻസൈം വിത്ത് ദ സബ്സ്ട്രേറ്റ്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഗ്രാഫിൽ നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കെ എം വാല്യൂ എന്ന് പറയുന്നത് അഫിനിറ്റി എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യണമെന്ന് നോക്കുക. അപ്പോൾ കെ എം വാല്യൂ അഥവാ ഹാഫ് വി മാക്സ് നമ്മൾ ഈ ഗ്രാഫിൽ ഇപ്പോൾ റെപ്രസെൻ്റ് ചെയ്ത സ്ഥലത്തിൽ നിന്നും കുറച്ച് മുകളിലേക്കാക്കുക. അതിനർത്ഥം അവിടെ റിയാക്ഷൻ്റെ വി മാക്സ് എത്താൻ വേണ്ടിയിട്ട് ഇനിയും ഒരുപാട് മുകളിലേക്ക് പോകണം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഹാഫ് വി മാക്സ് എത്താൻ വേണ്ടിയിട്ട് ഇത്രയും ടൈം എടുത്തു. അതിനർത്ഥം നമ്മളിപ്പോൾ ഹാഫ് വി മാക്സ് ഇപ്പോൾ റെപ്രസെൻ്റ് ചെയ്ത ഏരിയയിൽ നിന്നും കുറച്ച് മുകളിലായിട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാഫ് വി മാക്സ് അഥവാ ഹാഫ് ഓഫ് ദി റിയാക്ഷൻ റേറ്റ് എത്താൻ വേണ്ടിയിട്ട് അത്രയും ടൈം എടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനർത്ഥം എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിൽ ഹൈ അഫിനിറ്റി ആയിരുന്നെങ്കിൽ ഈ റിയാക്ഷൻ എത്രയോ പെട്ടെന്ന് ഹാഫ് വി മാക്സ് എത്താമായിരുന്നു. ഇനി ഹാഫ് വി മാക്സിനെ നമ്മൾ ഇപ്പോൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള പോയിന്റിൽ നിന്നും താഴേക്കാക്കുകയാണെന്ന് വെച്ചെങ്കിലോ പെട്ടെന്ന് തന്നെ വി മാക്സ് എത്തും. അതിനർത്ഥം എൻസൈമും സബ്സ്ട്രേറ്റും മാക്സിമം അഫിനിറ്റി ഉള്ളത് കൊണ്ട് അവിടെ റിയാക്ഷൻ മാക്സിമം വെലോസിറ്റി എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ടൈമേ എടുത്തുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനർത്ഥം എൻസൈമും സബ്സ്ട്രേറ്റും വളരെ ഹൈ അഫിനിറ്റിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഹാഫ് വി മാക്സ് നമ്മൾ ഇപ്പോൾ റെപ്രസെൻ്റ് ചെയ്തതിനേക്കാളും താഴെ വന്നു കഴിഞ്ഞാൽ വി മാക്സും വളരെ പെട്ടെന്നാവും. സോ മനസ്സിലായെന്ന് കരുതുന്നു. സോ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് എൻസൈം ഇൻഹിബിഷൻ. So what is inhibition? Inhibition is actually the prevention of enzymatic activity by a compound which is known as inhibitor. So any substance that can decrease the velocity or diminish the velocity of an enzyme can be called as inhibitor.
So inhibition is divided into reversible and irreversible inhibition based on the type of interaction with the inhibitor and the enzyme. So those inhibition can be reversible. That means by the removal of inhibitor, enzyme will regain its activity. So irreversible means it will permanently alter the reaction of that particular enzyme. So അതിൻ്റെ എഫക്റ്റ് നമുക്ക് ഒരിക്കലും ഇൻഹിബിറ്ററിൻ്റെ എഫക്റ്റ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. So reversible inhibition can be of 4 types: competitive inhibition, uncompetitive inhibition, mixed inhibition, and non-competitive inhibition. So first one is competitive inhibition. In this type of inhibition, the inhibitor compete with the substrate for the active site. So ഇൻഹിബിറ്ററും സബ്സ്ട്രേറ്റും ആക്റ്റീവ് സൈറ്റിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യും. ആരാണോ ആ കോമ്പറ്റീഷനിൽ ജയിക്കുന്നത് അവർ പിന്നെ ആക്റ്റീവ് സൈറ്റിൽ പോയി ഒക്യുപ്പൈ ചെയ്യും. സോ ഫോർമേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഇസ് റെഡ്യൂസ്ഡ് വൈൽ എ ന്യൂ എൻസൈം ഇൻഹിബിറ്റർ കോംപ്ലക്സ് ഇസ് ഫോംഡ്. എൻസൈം സബ്സ്ട്രേറ്റിന് പകരം ഇൻഹിബിറ്റർ കോംപ്ലക്സ്, എൻസൈം ഇൻഹിബിറ്റർ കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുക കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനാണ് നടക്കണമെങ്കിൽ. സോ an example for competitive inhibition: statin drug as an example of competitive inhibition. So statin drug compete with HMG coenzyme, which is the substrate for HMG coenzyme reductase. ആ HMG coenzyme reductase എന്ന് പറയുന്ന എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് നമ്മുടെ സ്റ്റാറ്റിൻ ഡ്രഗും അതേപോലെ തന്നെ HMG coenzyme ദ സബ്സ്ട്രേറ്റ് അതും തമ്മിൽ കോമ്പീറ്റ് ചെയ്യും. ആ കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ആരാണോ ഫസ്റ്റ് ഒക്യുപ്പൈ ചെയ്യുന്നത് ആക്റ്റീവ് സൈറ്റിൽ ആ ഒരു ഇതിനനുസരിച്ചിട്ടായിരിക്കും റിയാക്ഷൻ നടക്കുക. ഇൻഹിബിറ്ററാണ് ഒക്യുപ്പൈ ചെയ്യുന്നതെങ്കിൽ എൻസൈം ഇൻഹിബിറ്റർ കോംപ്ലക്സിങ് നടക്കുകയും റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് ഈസ് uncompetitive inhibition. In this inhibition, inhibitor does not compete with the substrate for the active site. Instead, it will bind to another site which is known as allosteric site. അപ്പോൾ ഇൻഹിബിറ്റർ ആക്റ്റീവ് സൈറ്റിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നില്ല, പക്ഷേ അലോസ്റ്റീരിക് സൈറ്റിൽ പോയിട്ട് ഒക്യുപ്പൈ ചെയ്യും. അങ്ങനെ അലോസ്റ്റീരിക് സൈറ്റിൽ പോയിട്ട് ഇൻഹിബിറ്റർ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്ട്രേറ്റിന് എന്ത് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല, സബ്സ്ട്രേറ്റിന് വന്നിട്ട് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അലോസ്റ്റീരിക് സൈറ്റിൽ ഇൻഹിബിറ്റർ പോയി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിക്ചറിൽ റെപ്രസെൻറ്റ് ചെയ്ത പോലെ തന്നെ ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈം വിൽ ബി ഡീഫോംഡ്, വേറൊരു സ്ട്രക്ചറിലേക്ക് മാറും. സോ കറക്റ്റ് ഫിറ്റിംഗ് ഓഫ് എൻസൈം ആൻഡ് സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് വിൽ നോട്ട് ഒക്കർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺകോമ്പറ്റേറ്റീവ് ആണ്. ഇവിടെ കോമ്പറ്റീഷൻ ഫോർ ആക്റ്റീവ് സൈറ്റ് ഇസ് നോട്ട് ദർ, ബട്ട് inhibitor occupies the allosteric site and thereby deform the active site of the enzyme and alter and stops enzyme complexing, enzyme substrate complexing. So here is the example for uncompetitive inhibition. Drug to treat cases of poisoning by methanol or ethylene glycol act as uncompetitive inhibitors. അപ്പോൾ ആ ഡ്രഗ് അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. ഏതിൻ്റെ കേസിൽ മെത്തനോൾ പോയ്സണിങ്ങോ എത്തിലീൻ ഗ്ലൈക്കോൾ പോയ്സണിങ്ങോ നടത്തുന്ന ആ കേസിൽ ട്രീറ്റ് ചെയ്യുന്ന ഡ്രഗ് അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. ടെട്രാമെത്തിലീൻ സൾഫോക്സൈഡ് ആൻഡ് 3-ബ്യൂട്ടൈൽ തയോലീൻ 1-ഓക്സൈഡ് ആർ അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ഓഫ് ലിവർ ആൽക്കഹോൾ ഡീഹൈഡ്രോജിനേസ്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെക്കുക. സോ ഇൻ ദിസ് slide we are going to explain about mixed inhibition and non-competitive inhibition. In mixed inhibition, both enzyme inhibitor and enzyme substrate inhibitor complexes are formed. ഒന്നുകിൽ എൻസൈമും ഇൻഹിബിറ്ററും ഒരു കോംപ്ലക്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ എൻസൈം ഉണ്ട്, സബ്സ്ട്രേറ്റ് പോയി ബൈൻഡ് ചെയ്തു, കൂടെ ഇൻഹിബിറ്ററും കൂടിയും പോയി ബൈൻഡ് ചെയ്തു. അങ്ങനെ ആയാലും എന്താണ് പ്രശ്നം? ഈസി ആയിട്ടുള്ള കൺവേർഷൻ നടക്കില്ല. ബോത്ത് കോംപ്ലക്സസ് ആർ കാറ്റലറ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഇൻഹിബിഷൻ. ഇൻ ദിസ് ഇൻഹിബിറ്റർ ഹാസ് ദ സെയിം അഫിനിറ്റി ഫോർ എയ്തർ എൻസൈം ഓർ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്.
എൻസൈം ഫ്രീ ആയിട്ടിരിക്കുന്ന എൻസൈമിനോടോ അല്ലെങ്കിൽ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിനോടോ ഹൈ അഫിനിറ്റി ഉള്ള ഒരു ഇൻഹിബിറ്റർ ഉണ്ടാവുക. സോ അങ്ങനെയുള്ളതിനെയാണ് നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ അഥവാ നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് അറിയപ്പെടുന്നത്. The next type is irreversible inhibition. Here the effect of inhibition cannot be reversed. So here the enzymatic activity will be lost completely and it can only be restored only by synthesizing molecules. So an example for is aspirin, which targets and covalently modifies a key enzyme involved in inflammation, is an irreversible inhibition. And one more is there, suicide inhibition. It is an unusual type of irreversible inhibition where enzyme converts the inhibitor into a reactive form in its active site. So an unusual type ആണ് irreversible inhibition where the enzyme converts the inhibitor into a reactive form. ആക്റ്റീവ് സൈറ്റിൽ വെച്ചിട്ട് വേറൊരു ഫോമിലേക്ക് എൻസൈം അതിനെ കൺവേർട്ട് ചെയ്ത് മാറ്റും, ഇൻഹിബിറ്ററിനെ ഒരു റിയാക്റ്റീവ് ഫോമിലേക്ക് മാറ്റും. അതുവഴി എൻസൈമിൻ്റെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റ് ആയി പോകും. നെക്സ്റ്റ്, ആക്ടിവേഷൻ ഓഫ് എൻസൈം. ആക്ടിവേഷൻ ഈസ് ദി കൺവേർഷൻ ഓഫ് inactive form of enzyme into an active form of enzyme. There are two types of enzyme activation. They are activation by cofactors and conversion of an enzyme precursor. So many enzymes are activated by cofactors. One example for that is DNA polymerase requires Mg2+ for their catalytic activity, and horse liver dehydrogenase uses Zn+ for their activation. So the next is the conversion of an enzyme precursor. So it will be an inactive form of enzyme that can be activated. A specific proteolysis, that means the specific degradation of a part of a polypeptide, is a common method of activating enzyme and other proteins in biological systems. Example, the generation of trypsin from trypsinogen. So trypsinogen here is a polypeptide. From that trypsinogen, a part of polypeptide is removed to convert inactive trypsinogen to active trypsin. Leads to the activation of other zymogens. Okay, zymogen activation by proteolytic cleavage ന്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എൻഡിറോപെപ്റ്റിഡൈസ് ട്രിപ്സിനോജനെ ട്രിപ്സിനാക്കി മാറ്റുന്നു. ഇനി നെക്സ്റ്റ് പാത്വേയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കൈമോട്രിപ്സിനോജനെ കൈമോട്രിപ്സിനാക്കുന്നുണ്ട്, പ്രോലിപ്പൈസിനെ ലിപ്പൈസ് ആക്കുന്നുണ്ട്. സോ ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രിക്കേഴ്സേഴ്സിനെ ബൈ ക്ലീവിങ് എ പാർട്ട് ഓഫ് ദ പോളിപെപ്റ്റൈഡ് ക്യാൻ ബി ആക്ടിവേറ്റഡ്. അതാണ് സൈമോജൻ ആക്ടിവേഷൻ ബൈ പ്രോട്ടിയോലൈറ്റിക് ക്ലീവേജ്.